ഇന്ന് ഞങ്ങൾ 1000 വാട്ട്സ് ബ്ലെൻഡേഴ്സിനെ റിവ്യൂ ചെയ്യാം. ശരിക്കും 500 വാട്ട്സ് ആൻഡ് 1000 വാട്ട്സിൽ എന്താ ഡിഫറൻസ്? സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ 500 വാട്ട്സ് ബ്ലെൻഡേഴ്സിൽ സോഫ്റ്റ് ഐറ്റംസ് ലൈക്ക് സ്മൂത്തീസ്, ചട്നീസ് ആൻഡ് മസാലാസിന് പൊടിക്കാം. സോ ഇത് ഡെയിലി യൂസേജിന് വേണ്ടിയാണ്. പക്ഷെ ഹാർഡ് ഐറ്റംസ് ലൈക്ക് നട്ട്സ്, ഫ്രോസൺ ഫ്രൂട്ട്സ് ആൻഡ് ഐസ് ക്രഷിംഗ് ഒക്കെ ബാക്ക് ടു ബാക്ക് ചെയ്താൽ ഈ 500 വാട്ട്സ് മതിയാവത്തില്ല. ഇത് കാരണം മോട്ടോർ പെട്ടെന്ന് ഹീറ്റ് ആവും ആൻഡ് സ്മെല്ലും വരും. പക്ഷെ ഈ ബ്ലെൻഡേഴ്സിലും ഹാർഡ് ഐറ്റംസിനെയും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ 1000 വാട്ട്സ് ബ്ലെൻഡേഴ്സിൽ ടോർക്ക് കൂടുതലായിരിക്കും. ഈ ടോർക്ക് എന്താന്ന് വെച്ചാൽ ഇത് എത്ര സ്ട്രോങ് ആൻഡ് ഫോഴ്സ്ഫുൾ ആയിട്ട് കറങ്ങുമെന്ന്. ഈ 1000 വാട്ട്സുള്ള അഡ്വാൻറ്റേജ് ഇതാണ്. ഈ പ്രോഡക്ട്സ് ഞങ്ങൾക്ക് ആരും സ്പോൺസർ ചെയ്തതല്ല. ഞങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യുക. സോ ഇനി ലേറ്റ് ചെയ്യാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ കുവിങ്സ്, ന്യൂട്രിബുലറ്റ് ആൻഡ് വണ്ടർ ഷെഫ്. ഫസ്റ്റ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ കണ്ട എല്ലാം സിമിലർ ഡിസൈൻ കൊണ്ടാണ് വരുന്നത്. ബട്ട് കുവിങ്സ് ആൻഡ് ന്യൂട്രിബുലറ്റ് കാണാൻ നല്ല പ്രീമിയം ആയിട്ടുണ്ട്. പക്ഷെ വണ്ടർ ഷെഫ് റെഗുലർ ഡിസൈനും കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്താൽ കുവിങ്സ് നല്ല സോളിഡ് മെറ്റൽ ബോഡി ഡിസൈനും കൊണ്ടാണ് വരുന്നത് ആൻഡ് കാണാനും സ്ലിം ആയിട്ടുണ്ട്. ആൻഡ് ന്യൂട്രിബുലറ്റ് കണ്ട നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി കൊണ്ടാണ് വരുന്നത്. ഇനി ഇതിൽ ഡിഫറെന്റ് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ആൻഡ് വണ്ടർ ഷെഫ് കണ്ട പ്ലാസ്റ്റിക് ബോഡി കൊണ്ടാണ് വരുന്നത് ആൻഡ് കാണാനും കുറച്ച് ബൾക്കി ആയിട്ടുണ്ട്. സോ ഓവറോൾ ആയിട്ട് ബിൽഡ് ക്വാളിറ്റി വൈസ് കുവിങ്സ് വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ജാർസിനെ കുറിച്ച് നോക്കിയാൽ കുവിങ്സിൽ 2 ജാർസ് വരുന്നുണ്ട്. ഒരു 1000 ml ബ്ലെൻഡിംഗ് ജാർ ആൻഡ് ഒരു 500 ml റെഗുലർ ജാർ. ഇതിന്റെ കൂടെ വന്ന ആക്സസറീസ് എന്താണ് കണ്ട ഒരു സിപ്പർ ക്യാപ്പ്, ഒരു ലിപ് റിം ആൻഡ് ഒരു നോർമൽ ക്യാപ്പ്. ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ സ്മൂത്തീസ് കുടിക്കാൻ കൺവീനിയന്റ് ആയിട്ടിരിക്കും. ആൻഡ് ന്യൂട്രിബുലറ്റിൽ കണ്ട 700 ml ലാർജ് ജാർ, 500 ml സ്മോൾ ജാർ ആൻഡ് 500 ml ഹാൻഡിൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ആക്സസറീസ് എന്താന്ന് കണ്ട ഒരു ലിപ് റിം, 2 സോളിഡ് ക്യാപ്സ് ആൻഡ് ലിപ് റിം വിത്ത് ഹാൻഡിൽ വന്നിട്ടുണ്ട്. സോ ഇത് കാരണം ഡെയിലി ക്യാരി ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ടിരിക്കും. പക്ഷെ ഇതിന്റെ ക്യാപ്പ് കുറച്ച് ബ്രേക്ക് ആയിട്ടാണ് വന്നത്. അങ്ങനെ തന്നെ വണ്ടർ ഷെഫിൽ 2 ജാർസ് വരുന്നുണ്ട്. ഒരു 1000 ml ലാർജ് ജാർ ആൻഡ് 800 ml സ്മോൾ ജാർ. ഇനി ഇതിന്റെ കൂടെ വന്ന ആക്സസറീസ് കണ്ട ഒരു സിപ്പർ ക്യാപ്പ് ആൻഡ് ഒരു നോർമൽ ക്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ ബ്ലേഡ്സിനെ കുറിച്ച് നോക്കിയാൽ കുവിങ്സ് ആൻഡ് ന്യൂട്രിബുലറ്റിൽ ടോട്ടൽ 2 ബ്ലേഡ്സ് വരുന്നുണ്ട്. ഒരു ബ്ലെൻഡിംഗ് ബ്ലേഡ് ആൻഡ് ഒരു ഗ്രൈൻഡിംഗ് ബ്ലേഡ് ഉണ്ട്. പക്ഷെ വണ്ടർ ഷെഫിൽ ഒരു സിംഗിൾ ബ്ലേഡ് മാത്രമേ ഉള്ളൂ. ഗ്രൈൻഡിംഗ് ആൻഡ് ബ്ലെൻഡിങ്ങിനെ ഈ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യണം. ഇതൊരു ഡ്രോബാക്ക് തന്നെയാണെന്ന് പറയാം. ആൻഡ് എല്ലാ ബ്ലെൻഡേഴ്സിനും ഇങ്ങനെ പ്രസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്താൽ ഗ്രൈൻഡിംഗ് സ്റ്റാർട്ട് ആവും. സോ ഇതെല്ലാം എങ്ങനെ വർക്ക് ആവുമെന്ന് റിയൽ ടൈമിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗ്രൈൻഡിംഗ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മസാലാസ് എടുത്തു. എല്ലാത്തിലും ഈക്വൽ ക്വാണ്ടിറ്റീസ് ഇട്ട് ഈ ജാർസ് എല്ലാം ലോക്ക് ചെയ്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. തേർട്ടി സെക്കൻഡ്സ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇനി ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി ഈ ഫിൽറ്റർ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ കണ്ട കുവിങ്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇതിൽ അൺഗ്രൈൻഡഡ് പാർട്ടും വളരെ കുറവാണ്. നെക്സ്റ്റ് ന്യൂട്രിബുലറ്റും നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തു. പക്ഷെ വണ്ടർ ഷെഫ് ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തില്ല. ഇതിൽ അൺഗ്രൈൻഡഡ് പാർട്ട് കൂടുതലുണ്ട്. നെക്സ്റ്റ് സ്മൂത്തി ബ്ലെൻഡിംഗ് ടെസ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുത്ത് എല്ലാത്തിലും ഈക്വൽ ആയിട്ട് ഇട്ട് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. തേർട്ടി സെക്കൻഡ്സ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ കണ്ട എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയി. പക്ഷെ ന്യൂട്രി ബ്ലെൻഡിൽ കണ്ട ചെറിയ ചെറിയ പീസസ് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി 1000 വാട്ട്സ് പവറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹാർഡ് ഐറ്റംസ് ലൈക്ക് ഐസ് ക്യൂബ്സ്, നട്ട്സ്, ഫ്രോസൺ ഫ്രൂട്ട്സ് എടുത്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഐസ് ക്യൂബ്സ് എടുത്ത് ടെസ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈക്വൽ ക്വാണ്ടിറ്റി ഐസ് ക്യൂബ്സിനെ എല്ലാ ബ്ലെൻഡേഴ്സിലിട്ട് 1 മിനിറ്റ് ടൈമർ ഓൺ ചെയ്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കണ്ട ന്യൂട്രിബുലറ്റ് ആൻഡ് വണ്ടർ ഷെഫ് ഐസ് ക്യൂബ്സിനെയും നന്നായിട്ട് ക്രഷ് ചെയ്തു. അങ്ങനെ തന്നെ കുവിങ്സിലും നന്നായിട്ട് തന്നെ ക്രഷ് ആയി എന്ന് പറയാം. നെക്സ്റ്റ് നട്ട്സിനെ എടുത്ത് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. ഈ ടെസ്റ്റിൽ ഞങ്ങൾ അബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ന്യൂട്രിബുലറ്റ് ആൻഡ് വണ്ടർ ഷെഫ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. പക്ഷെ കുവിങ്സ് കണ്ട ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തു. പക്ഷെ ചെറിയ ചെറിയ പീസസ് അങ്ങനെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത ബനാന സെറ്റും ടെസ്റ്റ് ചെയ്യാം.
30 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയി ഇത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം എങ്ങനെ പെർഫോം ചെയ്തെന്ന് നോക്കാം. ഇവിടെ കണ്ട ന്യൂട്രിബുള്ളറ്റിൽ ചെറിയ ചെറിയ പീസസ് അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ ബാക്കി രണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ആൻഡ് ഇതിനെ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോഡി ഹീറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. ഈ ടെസ്റ്റ് റിസൾട്ട്സ് കണ്ട കൂടുതൽ ഡിഫറൻസ് ഒന്നും ഇല്ല. ആൻഡ് ഇത് റൺ ആവുമ്പോൾ നോയ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുവാന്ന് ടെസ്റ്റ് ചെയ്തു. ഇവിടെ കണ്ട കുവിങ്സ് എല്ലാത്തിനേക്കാൾ കുറവ് നോയ്സിന് പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് റിമൈനിങ് ബ്ലെൻഡേഴ്സിലും മേജർ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇനി സ്പിൽ ടെസ്റ്റ് ചെയ്തപ്പോ ഇതെല്ലാം എത്ര ഷേക്ക് ചെയ്താലും സ്പിൽ ആവുന്നില്ല. സോ ഫൈനലായിട്ട് ടെസ്റ്റ് എല്ലാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റിക്കമെൻഡേഷൻ കുവിങ്സ്. എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി മാത്രമല്ലാതെ സ്മൂത്തീസിന് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തു. ആൻഡ് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് റിമൈനിങ് ബ്ലെൻഡേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്താൽ ഇതിന്റെ പ്രൈസും കുറവാണ്. ഇനി ഞങ്ങളുടെ സെക്കൻഡ് റിക്കമെൻഡേഷൻ ന്യൂട്രിബുള്ളറ്റ്. ഇതും എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അത് മാത്രമല്ലാതെ ഇതിൽ കൂടുതൽ ആക്സസറീസും കൊടുത്തിട്ടുണ്ട്. സോ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ്. പക്ഷേ ഇതിന്റെ പ്രൈസ് കൂടുതലാണെന്ന് പറയാം. ഒരു പക്ഷെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ 500 വാട്ട്സ് ബ്ലെൻഡേഴ്സ് മേടിക്കാം. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി എല്ലാ ലിങ്ക്സും കാറ്റഗറി വൈസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക്സ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസിൽ ഒരു ഡിഫറൻസ് കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സപ്പോർട്ട് കിട്ടും. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് ഓർ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ഞാൻ പേഴ്സണൽ ആയിട്ട് റിപ്ലൈ തരും. ഇങ്ങനത്തെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.